കൊച്ചി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മറൈൻ ഡ്രൈവിൽ ഗോശ്രീ പാലത്തിനടുത്ത് അബ്ദുൽ കലാം മാർഗിനോട് ചേർന്നുള്ള 1.5 ഏക്കറിലാണ് പുതിയ ആസ്ഥാന മന്ദിരം. കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ 61 കോടി രൂപയുടെ ചെലവാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയുടെ പ്രൗഢിക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം 2005-ലാണ് ആരംഭിച്ചത്. 20 വർഷമായി നിയമക്കുരുക്കും സാങ്കേതിക പ്രശ്നങ്ങളും മൂലം മന്ദിര നിർമ്മാണം ഉദ്ദേശിച്ച സമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 2005-ൽ CM ദിനേശ് മണി മേയറായിരുന്നപ്പോഴാണ് മറൈൻ ഡ്രൈവിൽ ഓഫീസിനാവശ്യമായ സ്ഥലം സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയത്. ആദ്യത്തെ വർഷം തന്നെ മുഴുവനും കോവിഡും പിന്നെ വന്ന ഉപതെരഞ്ഞെടുപ്പുകളും എല്ലാം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ ബാധിച്ചു. അതിനുശേഷം സംഭവിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഡിസൈനിൽ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ലൈറ്റ് ആക്സസറീസ് ഇല്ല, ലൈറ്റിംഗ് ഇല്ല, ഇൻറ്റീരിയർ വർക്കില്ല, ഫർണിച്ചറില്ല, ഫ്ലോറിംഗ് ഇല്ല, AC ഇല്ല, ഫയറില്ല, പ്ലംബിംഗ് ഇല്ല, സിവേജ് ഇല്ല, ലിഫ്റ്റ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അല്ലേ, ഈ അന്നു മുതലേ എഞ്ചിനീയറാണ്. അതെല്ലാം പിന്നീട് ഞങ്ങൾ ചെറിയ എസ്റ്റിമേറ്റുകൾ വേഗം തീർക്കാൻ വേണ്ടി എല്ലാം സെപ്പറേറ്റ് ആയ എസ്റ്റിമേറ്റുകളായി. ബേസ്മെൻറ്റും ഗ്രൗണ്ട് ഫ്ലോറുകൾക്കും പുറമെ 6 നിലകളുള്ള മന്ദിരമായാണ് കോർപ്പറേഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. 1-ാം നിലയിലാണ് കൗൺസിൽ ഹാൾ. നിലവിൽ 83 കൗൺസിൽ അംഗങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. 2006-ലാണ് കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണം ഫലത്തിൽ ആരംഭിച്ചത്. 2015-ൽ 18.75 കോടി രൂപയായും 2018-ൽ 24.7 കോടി രൂപയായും എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു. 2020 ഡിസംബറിൽ എല്ലാ പണികളും ഉൾപ്പെടുത്തി വിവിധ പ്രൊജക്റ്റുകളിലായി 43 കോടി രൂപയുടെ അധിക പ്രവൃത്തികൾക്ക് നഗരസഭ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഇപ്പോൾ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ 61 കോടി രൂപയുടെ ചെലവാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത്. 1,68,942 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഈ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വരുന്ന 21-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോർപ്പറേഷൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. മേയർ M. അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ P. രാജീവ്, MB രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. അമൃത ന്യൂസ്, കൊച്ചി.